എല്ലാവർക്കും എൻ്റെ സന്തോഷമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ നാൾ കൊണ്ട് ഗോൾഡൻ റൂൾസിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് വന്നു. അതെല്ലാം തന്നെ നിങ്ങൾ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ഉള്ള സങ്കല്പം ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ അത് ചെയ്യുക. മൈൻഡ്ഫുള്ളായിട്ടിരിക്കണം, നന്ദിയോടിരിക്കണം. നമ്മുടെ ചിന്തയുടെ ശക്തി നമുക്കറിയാം, വാക്കിൻ്റെ ശക്തി അറിയാം. അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കണം. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും നിയന്ത്രിക്കണം. പിന്നെ മറ്റവർ നമ്മളെ നോവിപ്പിച്ചിരുന്നാലും നമുക്ക് അവരെ ക്ഷമിക്കാൻ അറിയണം, ക്ഷമിക്കാൻ പഠിക്കണം. കാര്യങ്ങളെല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മറക്കാൻ പഠിക്കണം. ഇല്ലയോ? ഹോപ്പനോപ്പനോ പ്രേയർ നമുക്ക് പറയണം, ഇല്ലയോ? അങ്ങനെ ഒരുപാട് ഗോൾഡൻ ടിപ്സാണ്. സൈലൻസും, സ്റ്റേ അലോൺ ആൻഡ് സ്മൈല്, അങ്ങനെ പല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ട് വരുന്നത് ഓരോ വീഡിയോയിലും. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്താലേ നമുക്ക് എളുപ്പം മുക്തി കിട്ടും. ഓക്കെ, അതാണ് വലിയവരൊക്കെ പറഞ്ഞിട്ട് പോയത്. സോ നമുക്കത് ആ ചിന്താഗതിയിൽ തന്നെ നമുക്ക് ഉറച്ചിരിക്കാം. നമുക്കും ഒരു ദിവസം മുക്തി കിട്ടും. ഓക്കെ, സോ തിങ്ക് പോസിറ്റീവ്ലി. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകൾക്ക് അത്രയും പവറുണ്ട്. സോ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ വിചാരിക്കുക. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി കിട്ടും എന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ആസൂത്രണങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ആസൂത്രണമെന്നൊന്നും ഇത്രയും വലിയ കട്ടിയുള്ള വാക്കുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വലുതായിട്ടൊന്നും നമ്മൾ പറയണ്ട. ഒരു പ്ലാനിങ്, നമ്മളുടെ സോൾ പ്ലാനിങ്, എനിക്ക് അതാണ് എളുപ്പം പറയാൻ. സോൾ പ്ലാനിങ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. അപ്പം അതെന്തുവാ സോൾ പ്ലാനിങ്? അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നതും നിങ്ങൾ കേൾക്കാൻ പോകുന്നതും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുട്ട, ഒരു ബിന്ദു രണ്ടും കൂടെ ചേരുമ്പോൾ അത് ഒരു കരുമുട്ടയാവുന്നു. അതായത് ഒരു എഗ്ഗും ഒരു സ്പേമും ചേരുമ്പോൾ അത് ഒരു സൈഗോട്ടായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ സൈഗോട്ട് ഒരു ചെറിയ കരിമുട്ട, അത് രണ്ടായിട്ട് പോന്നു, രണ്ടായിട്ട് പിളക്കുന്നു, 2 സെല്ലായിട്ട് മാറുന്നു, 4 മാറുന്നു. പിന്നെ ഓരോന്നും ഈ 2 മാറുന്നത്. അതുകൊണ്ട് 2, 4, 6, 8 എന്നല്ല, 2, 4, 8, 16, 32, 64 അങ്ങനെ ഡബിളായിട്ടാണ് സെൽസ് ഉണ്ടാകുന്നത്. അങ്ങനെ സെൽസ് ഉണ്ടാകുന്നു. പിന്നെ ചെറിയ അവയവങ്ങളൊക്കെ ഉണ്ടാകുന്നു. കണ്ണ്, കാത്, മൂക്കൊക്കെ ഉണ്ടാകുന്നു. ഒരു 3 മാസത്തിനകം ഒരു കുഞ്ഞ് മനുഷ്യൻ്റെ രൂപത്തിൽ, ഏകദേശം മനുഷ്യൻ്റെ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലയോ, ഇങ്ങനെ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ട് വരുമ്പം എപ്പോഴാണ് ഈ ആത്മാവ് അകത്ത് കയറുന്നത്? അതിനെക്കുറിച്ചും കൂടെ നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ അതങ്ങനെ എടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരേ വീഡിയോയിൽ പറയാൻ വയ്യാത്ത കൊണ്ടും ഈ സോൾ പ്ലാനിങ്ങിനെ കുറിച്ച് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നിയ കൊണ്ടും ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ലേശം ഒരു ടച്ചപ്പ് ചെയ്തിട്ട് പോകാം. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുമല്ലോ, കൂടുതൽ ചിന്തിക്കും.
ഇനി അത് ബുക്കിലൊക്കെ കണ്ടാൽ വായിക്കും, ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ ശ്രദ്ധിക്കും. ഇല്ല, നിങ്ങൾക്ക് തന്നെ ആ പുരാണങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന പോലെ, ഇൻട്രൊഡക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പം ഈ സോൾ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ആത്മാവിൻ്റെ ആസൂത്രണം എന്ന് പറയുന്നത് എന്തുവാ എന്ന് വെച്ചാൽ, നമ്മളും കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ ആക്ച്വലായിട്ട് ശരിക്കും എന്ത് സംഭവിക്കുന്നു? ആ ജീവാത്മ ദേഹത്തിനെ വിട്ട് വെളിയിൽ പോന്നു. അതിന് മനസ്സിലായി, ഈ ദേഹത്തിനെ കൊണ്ട് ഇനി എനിക്ക് ഈ ദേഹത്തിലിരിക്കാൻ പറ്റില്ല, ദേഹത്തിന് വയസ്സായി, അല്ലെങ്കിൽ ദേഹത്തിന് അസുഖം പിടിച്ചു, ഇനി എനിക്ക് ഈ ദേഹത്തിലിരിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം ആത്മാ ദേഹത്തു നിന്ന് വെളിയിൽ പോന്നു. അതാണ് മരണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മരണം എന്തോതിനാ? നമ്മുടെ ദേഹത്തിനാണ്. അതിനാണ് ആദ്യമേ 5 കോശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, എനർജി ബോഡി, അല്ലെങ്കിൽ പ്രാണിക് ബോഡി, അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി. ഇത് 3 ഒന്നാണ്. ഓക്കെ. അപ്പം ബാക്കി 2 എണ്ണം ഉണ്ട്. അത് ഞാൻ അന്നേ പറഞ്ഞു, അത് ഇപ്പോഴെങ്ങും നമുക്ക് വേണ്ട. എന്നുവെച്ചാൽ ആ നിലയ്ക്കൊന്നും നമ്മൾ എത്തിയിട്ടേ ഇല്ല. അതുകൊണ്ട് അത് പിന്നെ. അപ്പം നമ്മൾ കിടന്ന് കറങ്ങുന്നത് ഈ 3 ബോഡീസിലാണ്, 3 ലെയറിലാണ്. ഈ ഫിസിക്കൽ ബോഡി, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സ്ഥൂലദേഹം, പിന്നെ സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ മെൻ്റൽ ബോഡി ആൻഡ് എനർജി ബോഡി. അപ്പം ഈ മരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മെൻ്റൽ ബോഡി, അതായത് നമ്മുടെ മനസ്സും ഈ എനർജി ബോഡി, ഇത് രണ്ടും നമ്മുടെ ദേഹത്തുനിന്ന് പിരിഞ്ഞ് മേളിൽ പോന്നു. അതിനെയാണ് നമ്മൾ ആവി എന്ന് പറയുന്നത്. അത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വെളുത്തിങ്ങനെ ഒരു മേഘമൂട്ടം പോലെ ഒരു വെള്ളയായിട്ടുള്ള ഒരു 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 എന്തുവാ ഒരു പടം. അതിന് കൈയൊന്നും കാണത്തില്ല, കാലൊന്നും കാണത്തില്ല, കണ്ണും മൂക്കൊന്നും കാണത്തില്ല, ഇങ്ങനെ പറക്കുന്ന പോലെ. അത് ഈ ദേഹത്തിനെ വിട്ട് മേളിൽ പോന്നു. അത് സത്യമാണ്. അപ്പം മരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്കാണ്. അപ്പം നമ്മുടെ മെൻ്റൽ ബോഡിയും എനർജി ബോഡിയും നമ്മുടെ ദേഹത്തുനിന്ന് വിട്ട് മേളിൽ പോന്നു. അങ്ങനെ മേളിൽ പോകുമ്പം അതുകൊണ്ടാണ് മരിച്ചവർക്ക് 16 ദിവസം നമ്മൾ ഒരു ചടങ്ങായിട്ട് വെച്ചിരിക്കുന്നത്. ചില കസ്റ്റംസിൽ, ചില ഫാമിലിയിൽ 14 ദിവസം, അല്ലെങ്കിൽ ചിലർ 10 ദിവസം, 11 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെയാണ് കംപ്ലീറ്റായിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ വെളിയിൽ വരുന്നത്. ഇപ്പം നമ്മൾ 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 8ാമത്തെ ദിവസം സമയം നോക്കി സഞ്ചാനിയം നടത്തുന്നു. പിന്നെ 16ാം ദിവസം അടിയന്തരം നടത്തുന്നു. അങ്ങനെയൊക്കെ എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും ഒക്കെ ഓരോരോ രീതിയിലുണ്ട്. അത് 1-2 ദിവസം മാറിപ്പോയാലും ഈ 16 ദിവസം എന്ന് പറയുന്നത് ഒരു ഘട്ടമാണ്. അതിന് പിന്നെ 41, പിന്നെ അങ്ങനെയൊക്കെ, പിന്നെ 1 വർഷം, അങ്ങനെയൊക്കെ കണക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണ്. ഈ 16 ദിവസം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? 16ാമത്തെ ദിവസം എല്ലാവരെയും വിളിച്ച് ഫുഡ് കൊടുക്കുന്നു. അതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മരിച്ചവരുടെ പടം വെച്ച്, ഫോട്ടോ വെച്ച്, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവരുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് അവരെ വിളിച്ച് അവരെ വിചാരിച്ച് തൊഴുന്നു. പിന്നെ എല്ലാ കർത്തവാവിനും നമ്മൾ അവരെ വിളിച്ച് തൊഴാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കാറുണ്ട്. അവർക്ക് കാക്കയ്ക്ക് കൊടുക്കുമ്പം അവർ വന്ന് കാക്ക മുഖാന്തരം അവരാണ് വന്ന് കഴിക്കുന്നത് എന്നൊക്കെ നമുക്ക് അത് ഐതിഹ്യമാണ്, അത് കറക്റ്റാണ്. എനിക്കതിലൊക്കെ വിശ്വാസമുണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെ ആ സോൾ പോകുന്നില്ല. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവല്ല, ഈ ആത്മാവിൻ്റെ ഒരിത്, ആവി എന്ന് പറയുന്ന പോലെ നമ്മുടെ മെൻ്റൽ ബോഡിയും എനർജി ബോഡിയും മേളിലേക്ക് പോകുന്നു. മേളിൽ പോയിട്ട് നമുക്ക് വേറൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ ചിത്രഗുപ്തൻ യമധർമ്മരാജാവ്.
യമധർമ്മരാജാവ് അവിടെ ഇരിക്കും. ചിത്രഗുപ്തൻ ഒരു ബുക്ക് വെച്ചേക്കും. അപ്പം ഈ ആവി മേളിൽ കയറി പോകുമ്പം അതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ആൾക്കാർ അത് അനുഭവിച്ച ആൾക്കാർ, അതിനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. അതിനെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. ഞാൻ ആവശ്യത്തിന് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ബുക്കിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തു തരാം. ഒരു ബുക്ക് എടുക്കുക, അതിനകത്തുള്ളതെല്ലാം ഒരു വീഡിയോയിൽ 4-5 ചാപ്റ്റർ വെച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ അത് ഓരോ ഒരു വരി വിടാതെ വായിച്ച് ആസ്വദിച്ച് വായിച്ചതാണ്. എന്നുവെച്ചാൽ നമുക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ചിലർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയവർ തിരിച്ചു വന്ന് പറയുന്നു, അതിനെ ആൾക്കാർ എഴുതുന്നു എന്നൊക്കെ പറയുമ്പം അത് വായിക്കാൻ നല്ല രസകരമായ സംഭവങ്ങളാണ് അത്. അപ്പം ഈ ആവി ഇങ്ങനെ നമ്മുടെ ദേഹത്തിനെ വിട്ട് പിരിഞ്ഞ് മേളിൽ പോകുമ്പം ആദ്യം ഒരു ഇരുട്ടായിട്ടുള്ള ഒരു ഗുഹ പോലെ, ഒരു ടണൽ പോലെ ഉള്ളതിൽ പോകുമ്പോലും അതിന് പിന്നെ പോകുമ്പം ഭയങ്കര വെളിച്ചമുള്ള ഒരു സ്ഥലത്തിൽ കൂടെ പോലും. അപ്പോൾ ആ വെളിച്ചമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ 1000 കോടി സൂര്യപ്രഭ ഉള്ള പോലെ വെളിച്ചമായിരിക്കും. പക്ഷേ ആ വെളിച്ചത്തിന് ചൂടില്ല, നല്ല കുളിർമയായിട്ടുള്ള, കണ്ണ് കൂശത്തില്ല, നമ്മളുടെ കണ്ണിനെ ചുട്ടരിക്കത്തില്ല. അങ്ങനത്തെ ചൂട് ലൈറ്റല്ല, വെളിച്ചമല്ല, നല്ല കുളിർമയായിട്ടുള്ള ഭയങ്കര പ്രകാശമുള്ള സ്ഥലം വഴിയായിട്ട് ഇതിങ്ങനെ പോയി ഒരു സ്ഥലത്ത് ഒരുപാട് ലോകങ്ങളുണ്ട്. ഈ ലോകം മാത്രമല്ല, നമ്മൾ കാണുന്ന ഈ ലോകം മാത്രമല്ല, ഒരുപാട് ലോകങ്ങളുണ്ട്. ഇവിടെ ജീവിക്കുമ്പം തന്നെ പല പല ലോകങ്ങളിൽ ആൾക്കാർ പോയി കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആസ്ട്രൽ ട്രാവൽ. ആസ്ട്രൽ ട്രാവൽ എന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ ഇതല്ലേ, എനർജി ബോഡി, അതാണ് ആസ്ട്രൽ ബോഡി. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡി കൊണ്ട് വെളിയിൽ പോയി വേറെ പല ലോകങ്ങളിലൊക്കെ ചുറ്റി കണ്ട് സഞ്ചരിച്ചിട്ട് തിരിച്ച് അത് മരിക്കുന്നതിന് സമയത്തല്ല, ആൾക്കാർ മനഃപൂർവ്വം അങ്ങനെ പോയിട്ട് തിരിച്ച് ഇതേ ദേഹത്ത് വരുന്ന കാര്യങ്ങൾ ഉണ്ട്. അതിനൊക്കെ പേരാണ് ആസ്ട്രൽ ട്രാവൽ. അപ്പം എൻ്റെ ഗുരു യോഗീസ് രാജ ഒരുപാട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം മെഡിറ്റേഷനിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ആസ്ട്രൽ ബോഡിയെ വെളിയിൽ കൊണ്ടുവന്ന് വേറെ പല ലോകങ്ങളിലെല്ലാം ചുറ്റി നോക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും അതൊക്കെ ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് ഒരു ഗുരു മുഖാന്തരം ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് സ്വയം അത് നടക്കണം. അതായത് അത് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മരിക്കുമ്പോഴല്ല, നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പം തന്നെ നമുക്കത് നടക്കും. ചിലർക്കൊക്കെ അത് നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുന്നതേ ഒരു വലിയ ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് വേറെ ഒരു ദിവസം ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ഞാൻ പറയാൻ വരുന്നത് ഈ സോൾ, ഈ ആത്മാവ് എന്തോ ആസൂത്രണമാണ് ചെയ്യുന്നത്, എന്തോ പ്ലാനിങ്ങാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ മുട്ട ഉണ്ടാകുന്നു, അത് വളർന്ന് ഒരു 3 മാസത്തിനകം ഒരു കുഞ്ഞ് സൈസിൽ ഒരു ചെറിയ സാധനമായിട്ട് വളരുന്നു. ഈ വളരുന്നു അത് നടക്കുന്നു. ഓക്കെ, അപ്പം ഈ നേരത്തെ ഒരു മരിച്ച ഒരു ദേഹത്തിൽ നിന്ന് ഈ ആത്മാവ് മേളിൽ പോകുന്നില്ലേ, മേളിൽ പോകുമ്പം ആ ജന്മത്ത് ആ മനുഷ്യൻ, സ്ത്രീയോ പുരുഷനോ ആരാണെങ്കിലും ചെയ്ത നല്ലതും ചീത്തയും എല്ലാം ആ ബുക്കിൽ എഴുതിയിരിക്കും. നമ്മൾ ഈ ജന്മത്ത് ചെയ്തതെല്ലാം നമ്മൾ മരിച്ച് മേലോകത്ത് പോകുമ്പം ഒരു സിനിമ പോലെ ഇട്ട് കാണിക്കും. അതിനെയാണ് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത്. ഈ ചിത്രങ്ങൾ വരച്ച് ഈ സിനിമ എന്ന് പറയുന്നത് എങ്ങനെ, ഓരോ ഫ്രെയിമായിട്ട് എടുത്ത് അതിനെ ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോഴാണ് നമുക്ക് സിനിമ എന്ന് കാണുന്നത്. അതുപോലെ നമ്മൾ ഈ ജന്മത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഒരു സിനിമ പോലെ ഇട്ട് കാണിക്കും.
അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകുമെന്ന് നമ്മൾ എവിടേക്കാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, എവിടേക്കാണ് നല്ലത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അപ്പോൾ അങ്ങനെ പോകുന്നില്ലയോ? അപ്പം നമ്മൾ ചെയ്ത് നന്മയും ചീത്തയും ഒക്കെ ആ ബുക്കിൽ എഴുതിയിരിക്കുന്നു. അതിനെ ചിത്രഗുപ്തൻ വായിക്കുന്നു. ചിത്രഗുപ്തൻ വായിച്ചു തീർന്ന ഉടനെ യമധർമ്മരാജാവ് അതിനേറ്റ പോലെ നമുക്ക് ഫൈനലായിട്ടൊരു കാൽക്കുലേഷൻ ഇടുന്നു. ഫൈനലായിട്ട് നമുക്കൊരു കണക്ക് കൂട്ടൽ നടത്തിയിട്ട് പറയുന്നു, ഓക്കെ, നീ കഴിഞ്ഞ ജന്മം എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി മേളിൽ പോയല്ലോ, നീ കഴിഞ്ഞ ജന്മത്ത് 40% നല്ലത് ചെയ്തു, 60% ചീത്ത ചെയ്തിട്ടുണ്ട്. അതായത് പോസിറ്റീവ് കർമ്മ, നെഗറ്റീവ് കർമ്മ, പാവം പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ തീർപ്പാണ്, ജഡ്ജ്മെൻ്റാണ് തരുന്നത്. അതിന് പിന്നെ നമുക്ക് അവിടെ വേറെ പല ലോഹങ്ങളുണ്ട്. അവിടെ നമുക്ക് സ്കൂളുണ്ട്, സ്കൂളിൽ പോയി പഠിക്കാം. അവിടെ ലൈബ്രറി ഉണ്ട്, ലൈബ്രറി കയറി പഠിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബുക്സ് അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്കിതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നുവെച്ചാൽ നമ്മൾ മരിച്ച് എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോഴേ അറിയുന്നത് എന്ന് പറയുമ്പം എനിക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ബുക്സുകളൊക്കെ അത് വായിച്ചിട്ടുണ്ട്. ഞാൻ വായിക്കുന്നതെന്ന് വെച്ചാൽ ലൈബ്രറിയിലൊന്നുമല്ല പോയി വാങ്ങിക്കുന്നത്, ഞാൻ സ്വന്തമായിട്ട് ബുക്ക് വാങ്ങിക്കും. മുക്കാലും ഈ അമേസോണിലൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച്, എനിക്ക് വലിയൊരു ലൈബ്രറിയേ ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. എനിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അതൊക്കെ വായിക്കുമ്പോൾ. അങ്ങനെ അപ്പം നമുക്ക് ഈ ജന്മത്ത് എഴുതിയ പരീക്ഷയിൽ മാർക്ക് കിട്ടി, ഫൈനൽ എക്സാമിൻ്റെ മാർക്ക് കിട്ടി. 40% നല്ലതും 60% ചീത്തയും. അപ്പം ഈ 40% 60% വെച്ചാണ് നമ്മളുടെ അടുത്ത ജന്മം തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആത്മാവ് ഈ 40% 60% ഏറ്റ പോലെ ഒരു കുഞ്ഞിൻ്റെ ദേഹത്തിനെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോഴേ സെലക്ട് ചെയ്യും. അപ്പം ആത്മാവാണ് ഏത് അമ്മയ്ക്കും അച്ഛനും ഞാൻ കുഞ്ഞായിട്ട് അടുത്ത ജന്മം ജനിക്കണം, ഏത് വീട്ടിൽ ജനിക്കണം, ആ വീട്ടിലുള്ള ആൾക്കാർക്കും എനിക്കും എന്തൊക്കെയാണ് സംബന്ധം. അപ്പോൾ അടുത്ത ജന്മത്ത് ഈ 40% നല്ലത് ചെയ്തതിന് ഉള്ള നല്ല കാര്യങ്ങൾ ഞാൻ എങ്ങനെ നല്ല രീതിയിൽ അനുഭവിക്കണം സന്തോഷമായിട്ട്, ഈ 60% ചെയ്ത നെഗറ്റീവ് കർമാവിനെ എങ്ങനെ കഴിച്ച് തീർക്കണം, അപ്പോഴേ നമുക്ക് ആ കണക്ക് ശരിയാവത്തുള്ളൂ. അങ്ങനെ ഈ ആത്മാവ് എല്ലാ കാര്യത്തിനെയും കണക്കിലെടുത്താണ് ഈ വളർന്നു വരുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന ആ കുഞ്ഞിൻ്റെ ദേഹത്ത് കയറി ചെല്ലുന്നത്. അതിൻ്റെ പേരാണ് സോൾ പ്ലാനിങ്. സോൾ പ്ലാനിങ് എന്ന് പറയുമ്പം ആ സോൾ പ്ലാൻ ചെയ്യുന്നു. അടുത്ത ജന്മം എടുക്കുമ്പം ഏത് വീട്ടിൽ ജനിക്കണം, ഏത് അമ്മയ്ക്കും അച്ഛനും കുഞ്ഞായിട്ട് ജനിക്കണം, എത്രയൊക്കെ ഞാൻ പഠിക്കണം, ഏതേത് രീതിയിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കുക. എന്താ വെച്ചാൽ 40% ഉണ്ടല്ലോ സേവിങ്സ്. അപ്പോൾ ഏതേത് രീതിയിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കാം, ഏതേത് രീതിയിൽ എനിക്ക് നല്ലത് നടക്കും. ഈ 60% നെഗറ്റീവ് മാർക്സ് ഉണ്ടല്ലോ, അതിന് എങ്ങനെയൊക്കെ കഷ്ടപ്പെടണം, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാൽ ഞാൻ പാഠങ്ങൾ പഠിക്കാം. നമ്മളെ കഷ്ടപ്പെടുത്തുന്നതല്ല നമ്മുടെ ആത്മാവിൻ്റെ പ്ലാന്. പക്ഷേ എങ്ങനെയൊക്കെ ഈ 60% കർമാവിനെ കഴിച്ചു തീർക്കാം എന്നുള്ള കണക്കുകളെല്ലാം ഇട്ടിട്ടാണ് ഈ ആത്മാവ് പുതിയ ഒരു ദേഹത്തിനകത്ത് കയറുന്നത്. ഓക്കെ, അപ്പം അടുത്ത ജന്മത്തേക്ക് വേണ്ടിയ ഫുൾ പ്ലാൻ നടന്നു കഴിഞ്ഞു. ഇതിൽ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോൾ പ്ലാനിങ്ങിനെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ,
ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സോൾ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയതും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതും, ഇപ്പം ഒരുപാട് പേര് നമ്മളെ നോവിപ്പിക്കുന്നു, നമ്മളെ വാക്കുകൊണ്ട് കുത്തുന്നു, കൈ കൊണ്ട് അടിക്കുന്നു, ഒരുപാട് ആൾക്കാർ നമ്മളെ നോവിപ്പിക്കുന്നു. പക്ഷേ ഇതിന് നമ്മൾ എന്തോ ചെയ്യുന്നു, അവരെയാണ് കുറ്റം പറയുന്നത്. പക്ഷേ മറ്റവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉള്ള വീട്ടിൽ ജനിക്കണം, എനിക്ക് ഇങ്ങനത്തെ അമ്മയും അച്ഛനും കിട്ടണം, എനിക്ക് ഇങ്ങനത്തെ ചേട്ടനും അനിയനും വേണം, എനിക്ക് ഇങ്ങനത്തെ ഒരു അമ്മൂമ്മ വേണം, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവ് വേണം, എന്നെ നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് വേണം, അല്ലെങ്കിൽ എപ്പോഴും ഇട്ട് അടിക്കുന്ന, വഴക്ക് പറയുന്ന, എന്നെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടട്ടെ എന്ന് ആ സോൾ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഓൾറെഡി പ്ലാൻഡാണ്. അത് ദൈവം നമുക്ക് ദ്രോഹം ചെയ്യുന്നു, ദൈവം നമുക്ക് നല്ലത് ചെയ്യുന്നു, ഇവിടെ ദൈവത്തിൻ്റെ റോളൊന്നുമില്ല. നമ്മൾ ചെയ്ത് നല്ലതിനും ചീത്തയ്ക്കും ഏറ്റ പോലെ അടുത്ത ജന്മം നമുക്ക് കിട്ടും. ഇതാണ് ഒരു സോൾ പ്ലാനിങ്ങിൻ്റെ ഒരു ചെറിയ ഒരു 5% ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് സമയം വരുമ്പം നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ഞാൻ എന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫൈനലായിട്ട് അൾട്ടിമേറ്റായിട്ട് ഞാൻ എന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളാണ് നമ്മളുടെ അമ്മയും അച്ഛനെയും അനിയനെയും കൂടപ്പുറപ്പുകളെയും ചുറ്റിയുള്ളവരെയും ഫ്രണ്ട്സിനെയും ഭാര്യയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാത്തിനെയും നമ്മളാണ് തേർന്നെടുക്കുന്നത്, നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളപ്പം മറ്റവരെ നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത്? നമ്മളുടെ കർമാവിനെ കഴിക്കാൻ വേണ്ടിയില്ലേ നമ്മൾ അങ്ങനെ ഒരു ഭർത്താവിനെ തേർന്നെടുത്തേ. പിന്നെ സദാസർവ്വകാലം എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ അടിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഞാൻ ഒരുപാട് സ്കൂളുകളിലൊക്കെ ഈ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകും. അങ്ങനെ ക്ലാസ് എടുക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം, ഈ സോൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പം ടീച്ചേഴ്സിന് അവിടുന്ന് പോകാനേ മനസ്സ് വരത്തില്ല. മാഡം കുറച്ചും കൂടെ പറയണം മാഡം, കുറച്ചും കൂടെ പറയണം മാഡം, ഇപ്പോഴാണ് മാഡം ഞങ്ങൾക്ക് ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുവരെ നമുക്ക് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല. പറയണം മാഡം, കുറച്ചുകൂടെ പറയണം, ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ട, ഇത് കേട്ടാൽ മതി. ഇത് കേക്ക് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതായത് കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറയും. ഒരു കുറേ പുള്ളികൾ വയ്ക്കും. അതിന് പിന്നെ അതിനെ എല്ലാം ചേർക്കുമ്പോഴാണ് നമുക്കൊരു പടം കിട്ടുന്നത്, ഒരു കോലം വരയ്ക്കുന്നത് ഇല്ലേ? അതുപോലെ ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഈ സോൾ പ്ലാനിങ് എല്ലാം കേൾക്കുമ്പോൾ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത്, അപ്പം നമ്മൾ ഈ ഇപ്പം മറ്റവരെ ക്ഷമിക്കണം, കെട്ട കാര്യങ്ങളൊക്കെ മറക്കണം എന്നൊക്കെ ഞാൻ പറയുന്നില്ലേ, ഫർഗീവ്, ഫർഗെറ്റ്, അതൊക്കെ പറയുന്നില്ലേ. അതിനെല്ലാം നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആരെയും കുറ്റം പറയണ്ട, ഇൻക്ലൂഡിങ് ഗോഡ്. ദൈവത്തിനെ പോലും നമ്മൾ കുറ്റം പറയരുത്. നമുക്ക് ഈ ജന്മം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത പാവ പുണ്യ കണക്ക് അനുസരിച്ചാണ്. സോ ഇനി നമ്മൾ ഒറ്റ മനുഷ്യരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്. ഈ ഒരു വലിയ ഒരു സീക്രട്ട് നമുക്ക് മനസ്സിലായാൽ പിന്നെ ജീവിതത്തിൽ എല്ലാമേ നമുക്ക് മനസ്സിലാവും. അതാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം തന്നെ അതിനെക്കുറിച്ച് ശകലം ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് തന്നു വെച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ചിന്തിക്കുമല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എത്ര ദൂരം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാൻ വയ്യ, എത്ര ദൂരം ഇത് മനസ്സിലായി എന്നറിയാൻ വയ്യ. സമയം കിട്ടുമ്പോൾ ഒന്ന് കമൻസിൽ എഴുതണം. അപ്പോൾ എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടും. അത് വെച്ചുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും.
അതായത് ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണോ വേണ്ടേ, നമുക്ക് കുറച്ചും കൂടെ ഇതിനെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് സംസാരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ പറയണം. നന്ദി, നമസ്കാരം.